നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാമെന്ന പരിപാടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ പറഞ്ഞു തരുന്നത് കൊച്ചി നഗരത്തിൽ, എറണാകുളത്ത് കൊച്ചി നഗരത്തിലുള്ള ഒരു കനാലിന്റെ നിർമ്മാണ കാര്യമാണ് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിലധികമായി തുടരുന്ന നിർമ്മാണം ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. എന്ന് തീരുമെന്ന് ആർക്കും പറയുവാനും കഴിഞ്ഞിട്ടില്ല. നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യം, കൊച്ചിയിൽ അല്പം മഴ പെയ്താൽ, മഴ അല്പം കനത്താൽ തന്നെയും വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാവുന്ന ഒരു പ്രദേശമാണ് ഇത്. ഇവിടെ പലപ്പോഴായി വലിയ രീതിയിലേക്ക് വെള്ളക്കെട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിന് കാരണം അന്വേഷിച്ച് പോകുമ്പോൾ അത് എത്തി നിൽക്കുന്നത് ഇതുപോലുള്ള കനാലുകളുടെ, മുല്ലശ്ശേരി കനാൽ എന്നാണ് ഇതിനെ പറയുന്നത്. ഈ മുല്ലശ്ശേരി കനാൽ പലപ്പോഴും അതിന് വില്ലനായിട്ടുണ്ട്. ബ്രേക്ക് ത്രൂ പദ്ധതി ഇതിനെ ആവിഷ്കരിക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് മുല്ലശ്ശേരി കനാലിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ ഫേസ് 3യിൽ, ബ്രേക്ക് ത്രൂ പദ്ധതിയുടെ ഫേസ് 3യിൽ 2 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2022 ഫെബ്രുവരിയിൽ ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഏതാണ്ട് 1 വർഷം കൊണ്ട് അതിനകം പൂർത്തീകരിക്കുമെന്നതായിരുന്നു അത് പറഞ്ഞിരുന്നത്. കൊച്ചിൻ കോർപ്പറേഷന്റെ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് പദ്ധതി അതിൽ പെടുത്തിയായിരുന്നു ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഏതാണ്ട് 10 കോടി രൂപ വകയിരുത്തിക്കൊണ്ടായിരുന്നു അതിന് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് അടക്കം കടന്നത്. 800 മീറ്റർ നീളം വരുന്ന കനാൽ ഈ നഗരത്തിന്റെ പല മേഖലകളിലൂടെ കടന്നുപോകുന്നു. വെള്ളക്കെട്ട് അത് വലിയ രീതിയിൽ, വലിയൊരളവ് പരിഹാരമാകും ഇതിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ എന്നാണ് വിലയിരുത്തുന്നത്. ഇറിഗേഷൻ വിഭാഗത്തിനാണ് ഇതിന്റെ ഒരു നിർമ്മാണ ചുമതല എന്ന് പറയുന്നത്. കൊച്ചിൻ കോർപ്പറേഷൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് വഴി പദ്ധതിയിലൂടെ പണം നൽകുമ്പോൾ ഇറിഗേഷൻ വകുപ്പാണ് ഇതിന്റെ നിർമ്മാണ ചുമതല പൂർത്തിയാക്കേണ്ടത്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുപോലെ തന്നെ നടക്കുന്നു. ഹൈക്കോടതി പലവട്ടം ഇടപെട്ടു. ഒടുവിൽ അമിക്കസ് ക്യൂറിയെ നിയമിച്ചു. ഇതിന്റെ ഒരു റിപ്പോർട്ട് എവിടെ എത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ട് പലപ്പോഴും കോടതിക്ക് ഇടപെടേണ്ടി വന്നു. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകേണ്ടി വന്നു. പക്ഷേ ആരെയും ബാധിക്കാതെ, ഒരു റിപ്പോർട്ടിനെയും കുസാതെ തന്നെ ഇപ്പോഴും പഴയ രീതിയിൽ നമ്മൾ ആലങ്കാരികമായി പറയുന്നത് പോലെ ഒച്ചിഴയും വേഗതയിൽ എന്നൊക്കെ പറയും പോലെ അതേപോലെ തന്നെ തുടരുകയാണ്. കാരണങ്ങൾ നിരവധിയായി നിരത്തുന്നു. ഇതിൽ കരാറുകാരന്റെ കുഴപ്പം, കരാറുകാരൻ വേണ്ടവിധം തൊഴിലാളികളെ നിയോഗിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. നിലവിൽ അനുവദിച്ചിരിക്കുന്ന തുകയ്ക്ക് ഇത് തീരില്ല എന്ന് കരാറുകാരൻ പറയുന്നു. അങ്ങനെ പല കാര്യങ്ങൾ പല ഭാഗത്തു നിന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഈ ചുറ്റുപാടുമുള്ള യാത്രക്കാർ, ഈ ചുറ്റുപാടുമുള്ള കച്ചവടക്കാർ, ഇവരെല്ലാം തന്നെ ഇതിന് ദുരിതം അനുഭവിക്കുന്നുണ്ട്. കനത്ത മഴയിൽ ഒരിക്കൽ ഇതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ ഇങ്ങനെ പല ഭാഗത്തും മുടങ്ങിക്കിടക്കുന്നതുകൊണ്ട് വെള്ളക്കെട്ടിന് രൂക്ഷമായിട്ട് തന്നെ വെള്ളക്കെട്ടുണ്ടാകുന്നതിനടക്കം മുല്ലശ്ശേരി കനാൽ കാരണമാകുകയും ചെയ്തു, നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണമാകുകയും ചെയ്തു. എന്തായാലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതിന്റെ വിഷയങ്ങൾ, പരിസരവാസികൾക്ക് പറയുവാനുള്ള കാര്യങ്ങൾ, അവരുടെ ആകുലതകൾ, ഇതിന്റെ യഥാർത്ഥ കാരണങ്ങൾ, ഇതെല്ലാമാണ് നമ്മൾ ഞാനുണ്ട് ഇവിടെ ചോദിക്കാമെന്നതിലൂടെ ചർച്ച ചെയ്യുന്നത്. മുല്ലശ്ശേരി കനാൽ വന്ന് ചേരുന്നത്, അതിന്റെ ആ റോഡ് വന്ന് ചേരുന്നത് MG റോഡിലാണ്. MG റോഡ് എന്ന് പറയുന്നത് കൊച്ചി നഗരത്തിന്റെ നാഡീധമനി എന്നെല്ലാം പറയാവുന്നതാണ്. വ്യാപാര സമുച്ചയങ്ങൾ എമ്പാടും ചുറ്റുപാടും നിവർന്നു പോകുന്നു. മെട്രോ ലൈൻ കടന്നു പോകുന്നൊരിടം MG റോഡാണ്. കൊച്ചി നഗരത്തെ അടയാളപ്പെടുത്തുന്നൊരിടം. ഈ മുല്ലശ്ശേരി കനാലിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചുറ്റുപാടുമുള്ള ഈ ഭാഗത്ത്, ഇവിടങ്ങളിലെല്ലാം തന്നെ ഇതിന്റെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഓടയിൽ. അപ്പോൾ അതിനുവേണ്ടി, അതിന്റെ ഒരു വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത് തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷെ ആവശ്യമായ ഒരു സുരക്ഷാ മുൻകരുതലോ കാര്യങ്ങളോ ഇല്ല. നമുക്കതിൽ കാണാം, ഇതില് വലിയ രീതിയിൽ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നു. മുഴുവൻ അഴുക്ക്, ഈ നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും, ചുറ്റുപാടുമുള്ള മുഴുവൻ മാലിന്യങ്ങളുമുണ്ട്. വലിയ രീതിയിൽ ആഴമുള്ള ഒരിടമാണ്. പക്ഷേ ഇത് അവിടെ കനാലിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതുകൊണ്ട് ഇതുപോലെ പല ഭാഗത്തും ഇതുപോലെ തുറന്നു വെച്ചിട്ടുണ്ട്. ആവശ്യമായ സുരക്ഷാ
മുൻകരുതലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതും ഒരു വിഷയമാണ്. നമുക്കൊപ്പം ഈ ചുറ്റുപാടുമുള്ള കടയുടെ ജീവനക്കാരൻ ചേരുന്നത്. എന്താണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്? എന്റെ മകൻ ഇതിലെ കൂടി നടന്നു വന്നു. അവന് അവിടം വരെ പോയി. അവിടെ പോയി ഇങ്ങനെ തിരിച്ചു വന്നു. അവന് ശ്രദ്ധിച്ചില്ല. അവന് നേരെ ഇതിന്റെ കുഴിന്റെ അകത്ത് വീണു. അവന്റെ ഇതുവരെയും പിന്നെ ചെളിക്കെട്ടാണ് ഈ കാലിന്റെ അകത്ത് വീണ്. അപ്പൊ ഒരാൾക്കാർ നടന്നു വന്നുകൊണ്ട് ഈ പുള്ളിനെ കണ്ട് ഇതിന്റെ അകത്ത് കൈയിട്ട് ഇവൻ ഇത്ര വരെ ഉണ്ട്. ഇവന് 10 വയസ്സിലെ കുട്ടിയേ ഉള്ളൂ. 10 ഇതിന്റെ അകത്ത് വീണ്. അവനിപ്പോ 2 ദിവസമായി ഛർദ്ദലും വയറ്റിളക്കും. ഇതിന്റെ വെള്ളം കുടിച്ചു പോയി ആണ്. ഇത് തുറന്നു വെച്ചിട്ട് കുറെ ഏകദേശം 2 മാസമാവും. 2 മാസം. അതായത് ആ കനാലിൽ ഇതിപ്പോ പണി തുടങ്ങിയപ്പോ അത് പണി തുടങ്ങിയതിനു ശേഷം ഇത് തുറന്നു വെച്ചതാണ്. ഇതുവരെ ഇത് മൂടി വെച്ചില്ല. രാത്രിയാകുമ്പോ ഇത് ഇട്ടാണ്. ആർക്കും അറിയില്ല. ഇത് ചേട്ടൻ തന്നെ നോക്കിയ എത്ര ഇതിന്റെ ആയമുണ്ട് ഇതിന്റെ അകത്ത്. എന്റെ മകന് ഇതുവരെ ആയി. മകന് നേരെ തലകുത്തി താഴത്ത് വീണെങ്കിൽ ഒന്നും അറിയില്ലായിരുന്നു എനിക്ക്. എന്റെ മകനെ നഷ്ടപ്പെട്ടിരുന്നു. ആരോടും പരാതി പറഞ്ഞിട്ട് ആരോട് പറയാനും ഇതിന് ഒരു പരാതി പറയാനില്ല. ഞങ്ങൾക്ക് എന്റെ മകന്റെ തിരിച്ചിട്ട ഭാഗ്യമാണ്. ഞാൻ ആരോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവനാകെ ഇത് വിറക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അവൻ മൊത്തം ചെളിയിൽ വെള്ളം കുടിച്ചു. അവൻ പറഞ്ഞു ഞാൻ 2 ഗ്ലാസ് ചെളി വെള്ളം കുടിച്ചിട്ടുണ്ടാവും. എനിക്ക് മകനെ തിരിച്ചിട്ടത് എനിക്ക് ഭാഗ്യം, അത്രേ ഉള്ളൂ. ഒന്നും ആയില്ല. ഇതിന് നേരെ ഇങ്ങനെ വീണതാ. ഇങ്ങനെ വീണ് പോയി മകനെ കിട്ടൂലായിരുന്നു. ഇതിൽ ഒഴുക്കുണ്ടായെങ്കിൽ മകൻ ഒഴുകി പോയി തന്നെ. വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു ഇവിടുത്തെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് തന്നെയാണ്. കാരണം ഈ രീതിയിൽ ഇതുപോലെ സ്ലാബെല്ലാം തന്നെ വലിയ ആഴമുള്ള കാനകളുടെ സ്ലാബ് തുറന്നു വെച്ച് അപ്പുറത്തെ മുല്ലശ്ശേരി കനാലിലെ നവീകരണങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കും വലിയ ബുദ്ധിമുട്ടുകളും അപകടങ്ങളും എല്ലാം തന്നെ ചുറ്റുപാടും ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഭാഗം തുടരുന്നു. അതിനാരും തന്നെ എതിര് നിൽക്കുന്നില്ല. പക്ഷേ സുരക്ഷാ മുന്നറിയിപ്പുകളോ സുരക്ഷാ മാനദണ്ഡങ്ങൾ അതെല്ലാം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് ചുറ്റുപാടുമുള്ളവർ പറയുന്നത്. കനാലിന്റെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പല ഭാഗങ്ങളിലായിട്ടാണ് പുരോഗമിക്കുന്നത്. അതൊരു ഏകോപനമില്ലാത്ത രീതിയിൽ നിന്ന് പൊതുവെ പരാതി എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്ന ഒരു കാര്യമാണ്. നമ്മൾ കാണുന്നത് ഇപ്പോൾ കാരക്കാമുറി ഭാഗത്തു നിന്നാണ്. ഇവിടെ പലയിടങ്ങളിലായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇത് എത്ര ദൂരം ഇത് വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിനെ ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പൂർത്തിയാക്കാനായിട്ട്, ചുറ്റുപാടുമുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ചുറ്റുപാടും 2 ഭാഗത്തും നിരവധിയായ വീടുകളും സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഈ വലിയ രീതിയിലുള്ളൊരു പ്രവർത്തനം തന്നെയാണ് 2 വർഷമായിട്ട് തുടരുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ ഒരു ദുരിതം വർദ്ധിപ്പിക്കുന്നത്. ഇത് ഇത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നൊരു ചോദ്യം വലുതായിട്ട് തന്നെ ഉയർന്നു നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി അടക്കം ഈ വിഷയങ്ങളിൽ ഇടപെടുകയും എല്ലാം തന്നെ ചെയ്ത് ഇവിടെ കാരക്കാമുറിയിലെ ഇതിന്റെ ചുറ്റുപാടുമുള്ള താമസക്കാർ ഇവരെല്ലാവരും തന്നെയാണ് ഇതിന്റെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ എല്ലാം അനുഭവിക്കുന്നത്. നമുക്കൊപ്പം ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെല്ലാം തന്നെ ചേരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കുകയാണ്. 2002 തൊട്ട് ഇവിടെ വർക്ക് തുടങ്ങാൻ ഇതിരുന്നിട്ട് ഞങ്ങള് പ്രധാനമന്ത്രി തൊട്ട് നമ്മളുടെ ഗവർണർ മുരളീധരൻ ഇവർക്ക് എല്ലാവർക്കും ലെറ്റർ എഴുതിയതിന് ശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇത് കേപ്പബിൾ അല്ലാത്തൊരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചുകൊണ്ട് തുടങ്ങിയതുകൊണ്ട് ആയിക്കൂടി ഒരു 350 മീറ്റർ വർക്കായിരുന്നു. അത് തീർക്കണമെങ്കിൽ നല്ലൊരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് തീർക്കാവുന്ന വർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ അവർ ഡ്രൈനേജ് പൈപ്പ് 2 ഉള്ളത് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് വൈകിക്കുകയായിരുന്നു. ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർക്ക് ഈ മഴയ്ക്ക് മുമ്പ് തീർക്കാനായിട്ടുള്ളൊരു നടപടി ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഡൗട്ടാണ്. 2 വർഷവും ഇവർ അടുത്ത വർഷം തീർക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഈ കാരിക്കാമുറി ഭാഗത്തുള്ള കാരിക്കാമുറി ആശാരി ലൈൻ, കാരിക്കാമുറി ക്രോസ് റോഡ്, കളത്തിപ്പറമ്പ് സൗത്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഈ ഭാഗങ്ങളിലുള്ള എല്ലാ സ്ഥലത്തും ഒരു മഴ പെയ്ത വെള്ളമുണ്ട്. നമുക്ക് 1 അടി 1.5 അടി വരെ വെള്ളമുണ്ട്. ഇതിനകത്തുള്ള പൈപ്പുകളടക്കം മാറ്റി സ്ഥാപിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഡ്രെയിനേജ് പൈപ്പുകൾ, പല രീതിയിലുള്ള പൈപ്പുകൾ, ഇതെല്ലാം എന്താണ് ഇതൊക്കെ താമസിക്കുന്നത്? ഒരു ഏകോപനം ഇല്ലായ്മ തന്നെയാണ്. ഏകോപനം ഇല്ലായ്മ കൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചത്. അപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പറയും ഞങ്ങൾക്ക് അതിനുള്ള എമൗണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ വർക്ക് അവിടെ ഡിലേ ആക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ആ വർക്ക് കുറച്ച് തുടങ്ങി കഴിയുമ്പോൾ പറയും അവർക്ക് അതിൽ ഈ എമൗണ്ടിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുറച്ചും കൂടി ഡിലേ ആക്കും. അപ്പോൾ എക്സസ് എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്
അങ്ങനെ പല അഭിപ്രായങ്ങൾ വന്ന് ആണ് ഇത്ര വൈകി പോയിക്കൊണ്ടിരിക്കുന്നത് വർക്കുകൾ. എന്ന് തീരുമെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും തീർച്ചപ്പെടുത്താനായിട്ട് പറ്റില്ല. ഈ ഒരു ജൂണിനുള്ളിൽ നമുക്ക് തീർത്ത് കിട്ടിയ ഭാഗ്യമെന്ന് പറയാം. എല്ലാം ഇപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ വേറൊരു ആവശ്യത്തിന് വിളിച്ച മീറ്റിംഗിലും MLA ഇവരെ കൂടുതൽ ഫോഴ്സ് ചെയ്യിച്ച് ജൂണിൽ മുമ്പായിട്ട് തന്നെ തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. MP ഇവർക്ക് എല്ലാവർക്കും ഞങ്ങൾ വീണ്ടും ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഈ വർക്കിനെ പറ്റി. പ്രതീക്ഷയുടെ കാത്തിരിക്കണം. പക്ഷേ വീടിനകത്ത് സാഹചര്യങ്ങൾ അത് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ് അനുഭവിക്കുന്നത്. എങ്ങനെയാണ് അകത്ത് കഴിയുന്ന ഒരവസ്ഥയ്ക്ക് എങ്ങനെയാണ്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ മുല്ലശ്ശേരി കനാലിന്റെ പണി തുടങ്ങിയിട്ട് ഒച്ച് ഇഴഞ്ഞാൽ ഇതിൽ വേഗത്തിൽ എഴുന്നുള്ളതാണ്. അതേ രീതിയാണ് എല്ലാ പാർട്ടിക്കാരെ നമ്മൾ ഒരാളെ മാത്രമായിട്ട് കുറ്റം പറയുന്നില്ല. എല്ലാ പാർട്ടിക്കാരും ഇതിനു വേണ്ടി മുമ്പോട്ട് വരണമെന്നാണ് ഈ കരിക്കാമുറി താമസിക്കുന്ന ഞങ്ങളുടെ ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞെന്നാൽ വീടിനകത്ത് സാധാരണക്കാരുടെ വീടിനകത്തെ ഉപകരണങ്ങളെല്ലാം ഈ ആശാരി ലൈനിലൊക്കെ സാധാരണ ജനങ്ങളാണ് താമസിക്കുന്നത്. അവരുടെ സമ്പാദ്യങ്ങളെല്ലാം പോകുന്ന വിധത്തിലാണ് ഇപ്പൊ ഈ വെള്ളം പൊങ്ങി കഴിയുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അസുഖങ്ങള് ആ കാര്യത്തിൽ ഈ കാരിക്കാമുറി ഭയങ്കര മോശമാണ്. അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ. അത് അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ പഴയ പെരുമ്പാവൂരൊക്കെ പോലെയുള്ള ഒരു സ്ഥലമായി കാരിക്കാമുറി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെള്ളക്കെട്ടുകൾ കാര്യങ്ങൾ സാധാരണ നമ്മൾ പലപ്പോഴും റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ വരാറുണ്ട്. കാരണം പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് കാര്യങ്ങളെല്ലാം ഉള്ള സ്ഥലം. അത് പരിഹരിക്കാൻ കൂടിയാണ് ഈ നിർമ്മാണം നടക്കുന്നത്. പക്ഷെ ഇത്രത്തോളം വൈകുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഈ നിർമ്മാണ പ്രവർത്തനം പോലും ചുറ്റുപാട് ഉയർന്നിട്ടുണ്ട്. വീടുകളിലേക്കൊക്കെ മഴക്കാലത്തിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോഴും അതൊരു പൂർണ്ണമായ ശാസ്ത്രീയമായ രീതിയിലാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് ഈ റോഡിന് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ നമ്മൾ കാണുന്ന തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു വ്യക്തി അസുഖം വന്ന് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ 3/4 മണിക്കൂർ എടുത്തതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ഇത് ഇവിടെ ഒരു രോഗികൾക്ക് പോകാൻ പറ്റുന്നില്ല, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള മാർഗ്ഗമില്ല. റോഡുകളെല്ലാം പൊളിച്ചിട്ട ഭാഗങ്ങളൊന്നും കറക്റ്റ് ചെയ്ത് പോകുന്നില്ല. ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നു ഇതൊരു ഇച്ഛാശക്തിയുള്ള ആൾക്കാർക്ക് കൊടുത്തിരുന്നെങ്കിൽ 1 വർഷം കൊണ്ട് തീരാവുന്ന വർക്കായിരുന്നു. ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയലാണ്. കോർപ്പറേഷൻ പറയും ഇറിഗേഷൻ പറയും കോർപ്പറേഷൻ. ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇവിടുത്തെ ഈ പണി തുടങ്ങിയതിന് ശേഷം വെള്ളം കയറാത്ത എല്ലാ സ്ഥലങ്ങളിലും വെള്ളക്കെട്ടാണ്. അത് നമുക്കൊരു ശക്തമായൊരു മഴ, ഇപ്പോൾ വേനൽമഴ പെയ്താൽ പോലും എല്ലാവരും വീട്ടിലേക്ക് വെള്ളം കയറും. ഇതിനെ ആരെ കോണ്ടാക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമെന്നല്ലാതെ ആർക്കും അതിന്റെ ഒരു കോമ്പൻസേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ വളരെ ഏറ്റവും വലിയ വിഷമം വളരെ സാധാരണക്കാരാണ് താമസിക്കുന്നത്. സിറ്റിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശത്തെ സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളൊരു കടുത്ത പ്രതിഷേധം കൂടി ഞങ്ങളുടെ മനസ്സിൽ അറിയിക്കാനാണ്. സത്യത്തിൽ നഗരമധ്യത്തിലുള്ള ഏറ്റവും നടുക്കുള്ള ഒരു പ്രദേശം എന്നൊക്കെ പറയാവുന്ന ഒരിടമാണ് ഈ കാരക്കാമുറി എന്ന് പറയുന്നത്. ചുറ്റുവട്ടത്ത് അപ്പുറത്ത് KSRTC ബസ് സ്റ്റാൻഡുണ്ട്, അവിടെ MG റോഡ്, അങ്ങനെ ഇതിന് നടുക്ക താമസിക്കുന്ന ഒരു പറ്റം ആളുകളാണ്. പക്ഷെ ഇത് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം വലിയ രീതിയിലേക്ക് ഒരു ബുദ്ധിമുട്ടിലേക്ക് അടക്കം അവരുടെ ജീവിതം മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. എങ്ങനെയാണ് ഇത്ര നാളായിട്ട് കഴിയുന്ന ഒരു അവസ്ഥ? വളരെ ബുദ്ധിമുട്ടാണ്. വെള്ളക്കെട്ടിന്റെ പ്രശ്നം പറഞ്ഞ് ഇവിടെ തുടങ്ങിയ ഈ പണി കൊണ്ട് മറ്റ് ഏരിയകളിലേക്കും കൂടി വെള്ളം കൂടുതലായിട്ട് കയറുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ 3 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് തീരാത്തത് കൊണ്ട് നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി ഉള്ള കാണകളെല്ലാം ബ്ലോക്കായിരിക്കുകയാണ്. അത് തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് 3 വർഷമായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ഈ പണി തീരാനം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹം. പക്ഷെ ഒരു വിധത്തിലും ഇത് അടുത്ത കാലത്തെങ്കിലും തീരുന്നതായിട്ട് കാണുന്നില്ല. ആരെങ്കിലും പരിശോധനയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരെ ഒരു ഉത്തരവാദിത്തത്തോടെ ഇത് ചെയ്തു പോകുന്നതായിട്ട് തോന്നി. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാം കോടതിക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഇടപെടലോടുകൂടിയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും എല്ലാ ഉദ്യോഗസ്ഥരും വന്നിട്ട് പോലും ഒരു വിധത്തിലും ഈ പണി മുന്നോട്ട് പോകാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി ഇടപെട്ടു, അന്ത്യശാസ്ത്രം നൽകുന്നു, പിന്നീട് അമിക്കസ് ക്യൂറിയെ നിയമിക്കുന്നു, അവരൊരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ഇതിന്റെ ഒരു തൽസ്ഥിതി കാര്യങ്ങളെല്ലാം തന്നെ നൽകുകയും ചെയ്തു. പക്ഷേ അതൊരു അതൊരു പൂർണ്ണതയിലേക്ക് അടക്കം എത്തിയില്ല. നിർമ്മാണം ഇപ്പോഴും പഴയപടി തന്നെ തുടരുന്നൊരവസ്ഥയിലേക്കാണ്. ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? എങ്ങനെ ഈ ദിവസങ്ങളിലൊരു കാര്യങ്ങൾ എങ്ങനെയാണ്? ഇഴഞ്ഞു തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഇതായിട്ടാണ് പോയിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ അകത്തുനിന്ന് മറ്റേ വരുന്ന മണ്ണുകൾ ക്ലീൻ ചെയ്ത് കളയാനായിട്ടുള്ള യാതൊരു ഇതും ഇതിനകത്തില്ല.
മാനുവലുണ്ട്, പക്ഷേ ഈ വരുന്ന മണ്ണുകൾ സക്ക് ചെയ്തെടുക്കുന്ന പറയണം. ഇപ്പൊ ഇവിടെ ഒരു മാനുവലുണ്ട്, കുറച്ച് മാറിയിട്ടാണ്. ഇത്ര ഇതിന്റെ ഇടയിൽ മണ്ണ് സക്ക് ചെയ്തെടുക്കാനായിട്ട് എന്ത് മെഷീനാണെന്ന് പറഞ്ഞു. 10 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വലിയ രീതിയിൽ നഗരത്തിന് നടുക്ക് നടക്കുന്നത്. പക്ഷേ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതിന് ആവശ്യമായ ഒരു യന്ത്ര സഹായമോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇത് സാധാരണ രീതിയിൽ കാന നിർമ്മിക്കുന്ന പോലെയാണ് ഇത് പോകുന്നത്. അത് ആൾക്കാർ കുറവ് തന്നെയാണ്, പക്ഷെ മറ്റേ ഇതായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഇതിന്റെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാണെങ്കിൽ ഇത് വെള്ളം ഒരു 5 വർഷം കഴിഞ്ഞ് 10 വർഷത്തിനുള്ളിൽ വീണ്ടും പൊളിക്കേണ്ടി വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് വന്ന് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ആ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പരിസരത്തുള്ളവരാണ്, അവരുടെ പ്രയാസങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മളോട് പങ്കുവച്ചു. ഒപ്പം വലിയ ആശങ്കയുമുണ്ട്. നിലവിലുള്ള നിർമ്മാണം അത് എത്ര കണ്ട് ശാസ്ത്രീയമാണ് എന്ന വലിയ ചോദ്യങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട്. അധികൃതരുടെ ഒരു ഇടപെടൽ അടിയന്തരമായി മുല്ലശ്ശേരി കനാലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതാണ്. ഇനി ഞാനിവിടെ ഇവിടെ ചോദിക്കാമല്ലോ ഒരു ഇടവേള. ഗോപുനന്ദിലെ ചിമാർച്ചിൽ മുല്ലശ്ശേരി കനാൽ റോഡ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് കുറെ അധികം തന്നെ തുണിക്കടകൾ, ചെറിയ രീതിയിലുള്ള കടകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത് നവീകരണത്തിന്റെ ഭാഗമായി സ്വാഭാവികമായും അവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റിയിരുന്നു. ഫാഷൻ സ്ട്രീറ്റ് എന്നാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതര സംസ്ഥാനക്കാരായ ആളുകളായിരുന്നു കൂടുതലും അവിടുത്തെ ഒരു കച്ചവടത്തിന് ഉണ്ടായിരുന്നത്. വലിയ തിരക്കെല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെ പൊളിച്ച് പണിയുന്നതിന്റെ ഭാഗമായി അവരെ മറ്റൊരിടത്തേക്ക് മാറ്റി വളരെ നല്ല രീതിയിൽ തന്നെ അവർക്ക് ഒരു പുനരധിവാസം കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കും. പക്ഷേ ഈ വഴിയിൽ ഈ വിഷയങ്ങൾ, പൊടി ബഹളം, ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നാളുകളായി ഇഴഞ്ഞു പോവുകയാണ്. അതായത് 2 വർഷത്തിലധികമായി നേരത്തെ പറഞ്ഞതുപോലെ ഈ പണി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവശേഷിക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്, മറ്റ് ഓഫീസുകൾ, സമുച്ചയങ്ങൾ ഇതെല്ലാം തന്നെയുണ്ട്. ഇവർക്കെല്ലാം ഇതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അവർക്ക് പറഞ്ഞാൽ അത് തീരില്ല. കാരണം നാളുകളായി അവർ അത് ആ ബുദ്ധിമുട്ടുകൾ 2 വർഷത്തിലധികമായി അനുഭവിക്കുന്നു. ഒപ്പം പലരും തന്നെ ഈ പൊടിയുടെ ബുദ്ധിമുട്ടുകൾ മൂലം രോഗാവസ്ഥയിലേക്ക് വരുന്ന കാര്യങ്ങളുണ്ടാകുന്നു, ബിസിനസിനെ ബാധിക്കുകയും ചെയ്യുന്നു. ഈ വഴിയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു കച്ചവടക്കാരൻ എന്നൊക്കെ പറയുന്നതാണ്. പേരെന്താണ്? പേരെന്റെ മിരാജാണ്. മിരാജ് എവിടെ സ്വദേശം നമ്മൾ ബീഹാറാണ്. മലയാളത്തിലായി. എങ്ങനെ ഇവിടെ ആദ്യകാലത്ത് നല്ല കച്ചവടമായിരുന്നു? ആദ്യം വെച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പണി തുടങ്ങിയപ്പോ 3 കൊല്ലായി. 1 കൊല്ലത്തില് പണി തീർക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷെ പണി തീർത്തിട്ടില്ല. ഇപ്പൊ നമ്മൾക്ക് ഭയങ്കര മോശമുണ്ട്, ഭയങ്കര നഷ്ടമുണ്ട്. നമ്മൾ വാടക കൊടുക്കാത്ത അവസ്ഥയായി. ഇപ്പൊ പെരുന്നാളുണ്ട്. ലാസ്റ്റ് നമ്മൾക്ക് പെരുന്നാളിന്റെ കച്ചവടം സമയം വന്നാൽ ഇന്ന, പക്ഷെ ഒരു കച്ചവടം ഇല്ല. ആൾക്കാരന് വണ്ണം പാടിയില്ല. കണ്ട ഇപ്പൊ ഇവിടെ ഇങ്ങനെ പുളിച്ച കാരണം വഴി അടിച്ചു വെച്ചിരിക്കണ. പിന്നെ പുളി ഭയങ്കര ഇത് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മൾക്ക് ജീവിക്കാത്ത ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഭയങ്കര അവസ്ഥ ഉണ്ട്. എന്നത് മാറുമെന്ന് ആരും പറയുന്നില്ല. അത് പറയുന്നില്ല. നമ്മളിവിടെ 2-3 പ്രാവശ്യം കളക്ടർ, മറ്റേ DM കളക്ടർ എല്ലാം വന്നായിരുന്നു. അപ്പൊ പറഞ്ഞ റെഡിയാക്കാം ആവും, ഞാൻ ഈ മാസം അടുത്ത മാസം റെഡിയാക്കും തരും പറഞ്ഞു. പക്ഷെ അവനൊന്നും ചെയ്യുന്നില്ല. വന്നിട്ട് വെറുതെ അങ്ങനെ സംസാരം ഉണ്ടാവും, ഒന്നും ചെയ്യൂല. സഹിച്ച് മുന്നോട്ട് പോവുകയാണ്. അതെ, നഷ്ടത്തിൽ പോകുന്നുണ്ട്. നമ്മളിപ്പോ 3 കൊല്ലത്തിൽ നമ്മൾക്ക് ഒരു 5-6 ലക്ഷം രൂപയൊക്കെ നമ്മൾക്ക് നഷ്ടമായി. നമ്മൾ കയ്യിലിപ്പോ വാടക കൊടുക്കുന്നുണ്ട്. ഇപ്പോ ബിസിനസ് ഒട്ടുമില്ല. നമ്മൾക്കിപ്പോ ഈ കോട്ടൺ ഫൈബ് കട, നമ്മൾ സ്റ്റൈൽ പ്ലസ് ഉണ്ട്, നമ്മൾ ന്യൂ കോട്ടൺ ഉണ്ട്. ഇവിടെ വെറുതെ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടെ കച്ചവടം ഒട്ടുമില്ല, ഭയങ്കര മോശം. ഇന്നെ കണ്ട എല്ലാ സ്ഥലത്തും പോയി നോക്കി നല്ല തിരക്കുണ്ടാവും. നമ്മൾ ബസ് സ്റ്റാൻഡ്, പിന്നെ ബ്രോഡ്വേ, അവിടെ ഇവിടെയൊക്കെ നമ്മളിവിടെ തിരക്കായിരുന്നു, കുഴപ്പമില്ല. കസ്റ്റമർ നമ്മളിപ്പോ സ്ഥിരം കുറെ പറഞ്ഞായിരുന്നു. അപ്പൊ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോ ഇവിടെ വഴി ഇങ്ങനെയുണ്ട്, ആള് പറഞ്ഞില്ല. അതെ, അപ്പൊ ഭയങ്കര മോശമുണ്ട്, ബുദ്ധിമുട്ട്. അപ്പൊ ഇത് എത്ര പെട്ടെന്ന് റെഡിയാക്കാൻ നമ്മൾക്ക് ഇച്ചിരി നല്ലതാണ്. അദ്ദേഹം ആ ബുദ്ധിമുട്ടുകൾ പറയുകയായിരുന്നു. ഈ പരിസരത്തെ കച്ചവടം ചെയ്യുന്ന കുറച്ചു പേർ കൂടിയേ ഇനി അവശേഷിക്കുന്നുള്ളൂ. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. റോഡ് വളരെ പെട്ടെന്ന് നന്നാവും, ഈ കനാലിന്റെ പണി പെട്ടെന്ന് തീരും, അതിലെല്ലാം ഒരു ആശ്വാസം കണ്ടിരുന്നു. പക്ഷെ ഇത് നീണ്ടുപോവുകയാണ്. നമുക്കിപ്പം മറ്റൊരു കച്ചവടക്കാരൻ കൂടി ചേരുന്നു. പേരെങ്ങനെയാ? പ്രകാശ്. എത്ര നാളെ ഇവിടെ ഇപ്പൊ കട തുടങ്ങിയിട്ട് ഇപ്പൊ 15 വർഷം കഴിഞ്ഞു, 16 വർഷമായി. അപ്പൊ അതിപ്പോ റോഡ് പൊളിച്ചിട്ട് ഇപ്പൊ 2.5 വർഷം കഴിഞ്ഞു. ഇപ്പോഴും പണി തീർത്തിട്ടില്ല. ഇപ്പൊ സീസണാണ്, പെരുന്നാള്, വിഷു സീസണാണ്. ഒരാളില്ല. കാര്യം റോഡ് അടച്ചിരിക്കുന്ന കാരണം ഒരാൾക്കും വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒന്ന്
അപ്പോൾ പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഇതിൽ എപ്പോഴെങ്കിലും വീഴുമെന്ന് നോക്കൂ. ഇത് പണി എഴിഞ്ഞു പോകുന്നു എന്നുള്ളൊരു പരാതി എല്ലാവരും. ഇപ്പൊ 2.5 വർഷമായില്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു വർഷത്തിന്റെ ഉള്ളിൽ തീർക്കാവുന്ന പണിയാണ്. ഇപ്പൊ 2.5 വർഷം കഴിഞ്ഞു, ഇപ്പോഴും പണി ഇങ്ങനെ വളരെ സ്ലോവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഒന്നും ഒട്ടും ആളുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരാഴ്ചയായിട്ട് ആളുണ്ട്. ആള് കുറവാണെന്ന് തോന്നി ജോലിക്ക് ഇവിടേക്ക്. അതെ, ആള് വളരെ കുറവാണ്. ആകെ 5-6 പേരാണ് ഈ പണിയെടുക്കുന്നത്. ഇതൊക്കെ ഒരുപാട് ആളുകൾ നിന്ന് പെട്ടെന്ന് തീർക്കണ്ടല്ലേ. വളരെ ഇതായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പുറത്ത് കയറിയപ്പോ സുഹൃത്ത് സംസാരിക്കായിരുന്നു, വളരെ നടത്തിക്കൊണ്ട് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ വരുന്നില്ല. പൊട്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡ് പൊളിച്ചിട്ട് MG റോഡിൽ നിന്ന് ഒരാൾക്കും കൂടെ കയറി വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ഈ നഗരത്തിന് നടുക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇത്രയും അവധാനത വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ നമ്മൾ ഒട്ടും ഇതല്ല. അവർ പറഞ്ഞത് ഒരു 6 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് തീർക്കുന്ന പറഞ്ഞത്. ഇപ്പൊ 2.5 വർഷം കഴിഞ്ഞ് അങ്ങനെയാണ്. അവസ്ഥ വളരെ മോശമാണ് നമ്മളുടെ. എന്തായാലും എല്ലാവർക്കും ഈ പരിസരത്തുള്ള കച്ചവടക്കാർക്ക് പങ്കുവയ്ക്കാനുള്ളത് ഒരേ കാര്യം തന്നെയാണ്. കാരണം അവരൊരു ജീവനോപാധിയാണ്. പക്ഷേ അത് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. നാളുകളായി ഇവിടെ തുടരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ 2 വർഷത്തിലധികമായി ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് അത് അവസാനിച്ചിട്ടില്ല. ഓർക്കുക, ഒരു കനാൽ അത് നിർമ്മാണമാണ്. 800 മീറ്ററോളം വരുന്ന നീളമുള്ള ഒരു കനാലിന്റെ നിർമ്മാണമാണ് 2 വർഷത്തിലധികമായി ഇങ്ങനെ നീണ്ടുപോകുന്നത്. എന്തായാലും അത് വൈകാതെ തീർക്കുക, എത്രയും പെട്ടെന്ന് ഇവർക്ക് അവരുടെ ഒരു ജീവനോപാധികളിലേക്ക് തന്നെ മടങ്ങാനുള്ളൊരു സാവകാശം പെട്ടെന്ന് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. മുല്ലശ്ശേരി കനാൽ കടന്നു പോകുന്ന ഏതാണ്ട് കൊച്ചിൻ കോർപ്പറേഷനിലെ 2 ഡിവിഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. 66, 67 ഡിവിഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. നമുക്കൊപ്പം ഡിവിഷൻ കൌൺസിലർ കൂടിയായ സുധാ ദിലീപ്കുമാർ ചേരുന്നു. പലപ്പോഴും ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരു കുറ്റപ്പെടുത്തലും ആരും അവിടേക്ക് തിരിഞ്ഞു നോക്കാനില്ല എന്നൊക്കെയാണ്. കോർപ്പറേഷൻ സത്യത്തിൽ ഫണ്ട് കൊടുക്കുന്നു, ഇറിഗേഷൻ വകുപ്പ് നടപ്പാക്കുന്നു എന്നതാണ്. അതിലൊരു ആക്ഷേപം എന്ന് പറയുന്നത് പൈപ്പുകൾ, അതിനകത്തൂടെയുള്ള പൈപ്പുകൾ മാറ്റിയിടാൻ സമയമെടുക്കുന്നു എന്നെല്ലാം ആളുകൾ പറയുന്നുണ്ട്. എന്താണ് അതിലൊരു വാസ്തവം? ഇത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ 3ാം ഘട്ടത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഫണ്ടാണ്. CSML ആണ് ഈ ഫണ്ട് പാസ്സാക്കി കൊടുത്തത്. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ടായിരുന്നു ഇത്. ഇതിനു വേണ്ട ഫണ്ടുകൾ കൊച്ചിൻ കോർപ്പറേഷൻ യഥാസമയം തന്നെ കൊടുത്തിരുന്നു. പിന്നീട് ആ കനാല് പൊളിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ നോക്കുമ്പോൾ അതിൽ സീവേജിന്റെ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് വേണം അതിന്റെ വർക്ക് തുടങ്ങാനെന്നുള്ള തീരുമാനത്തിലാണ് കൊച്ചി നഗരസഭ പണം അന്ന് ആ സമയത്ത് തന്നെ എളുപ്പത്തിൽ തന്നെ അവർക്ക് പാസ്സാക്കി കൊടുത്തെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ടെൻഡർ അടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു വൈകല്, അതായിരുന്നു ഈ പണി വൈകാനുള്ള കാരണം. പിന്നീട് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് മെല്ലെ പോക്കായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. വാട്ടർ അതോറിറ്റി പണി പൂർത്തിയായതിനു ശേഷം മാത്രമേ കനാൽ പണി നടത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള ഇറിഗേഷൻ വകുപ്പിന്റെ തീരുമാനപ്രകാരം കുറെ കാലം അവിടെ ജോലി നിർത്തിവെക്കേണ്ടി വന്നു. പിന്നെ മഴക്കാലമാകുമ്പോഴൊന്നും അവിടെ ജോലിയൊന്നും പ്രവൃത്തികളൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ മഴയ്ക്ക് മുന്നേ ആയിട്ട് പണി പൂർത്തിയാക്കുമെന്നാണ് ജില്ലാ കളക്ടർ ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതനുസരിച്ച് ഇനി ഒരു ഘട്ടം കൂടി അവിടെ 3ാമത്തെ ഫേസിലുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പണിയും കൂടി പൂർത്തിയായാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഈ കാന കുഴിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. കാരണം വലിയ പൊടിശല്യമാണ് ഉണ്ടായത്. ഇത് ഞാൻ കൊച്ചിൻ കോർപ്പറേഷൻ കൌൺസിലിൽ തന്നെ മേയറോട് പറഞ്ഞ ഒരു വിഷയമാണ്. അവിടുത്തെ റോഡുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ നമുക്കൊന്ന് കൊച്ചി നഗരസഭയെ സംബന്ധിച്ചോളം അവിടുത്തെ റോഡ് നിർമ്മാണവും എല്ലാം തന്നെ CSMLന്റെ ആ ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അത് ഇറിഗേഷൻ വകുപ്പിനാണ് ആ ഫണ്ട് കൈമാറിയിട്ടുള്ളത്. അതുകൊണ്ട് കനാലിന്റെ പണി പൂർത്തിയായതിനു ശേഷം ഇറിഗേഷൻ വകുപ്പാണ് അവിടെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നത്. ഇനി 3ാം ഘട്ടത്തിലോട്ട് ഇപ്പൊ അവർ 3ാമത്തെ ഫേസിലോട്ട് വന്നിട്ടേ ഉള്ളൂ. ജൂണിൽ കഴിയുമെന്നാണ് ജില്ലാ കളക്ടർ ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇപ്പം ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ കോടികളുടെ ഒരു വർക്ക് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ജോലിക്കാരെ വെച്ചുള്ള ഒരു പണി അവിടെ നടക്കുന്നില്ല. പിന്നെ ആ ഇറിഗേഷൻ വകുപ്പിന്റെ ആ വർക്ക് അത്ര ഗുണമേന്മയുള്ളതല്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ ഈ കൊച്ചിൻ കോർപ്പറേഷൻ കൌൺസിലിലെ മേയറോടും പറഞ്ഞതാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ കൊച്ചി നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരോടും പറഞ്ഞാണ് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് വേണം അതിന്റെ ഗുണമേന്മ പരിശോധിക്കാനെന്ന് പറഞ്ഞു.
ഇത് നേരത്തെയും നാട്ടുകാരും അവിടെ എത്തുമ്പോൾ നമ്മളോട് സൂചിപ്പിക്കുന്നതാണ്. ഇത് വർക്കിന്റെ ഒരു ഗുണമേന്മ അതിനെ ചൊല്ലിയുള്ള സംശയങ്ങളുണ്ട്. ഒപ്പം തന്നെയും ഇത് ഒരു സമയബന്ധിതമായി തീർക്കേണ്ട കാര്യത്തിൽ ആർക്കാണ് ഉത്തരവാദിത്തമെന്ന വലിയ ചോദ്യം ഉയരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുല്ലശ്ശേരി കനാൽ അതിന്റെ ഒരു വികസനം, അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നാട്ടുകാർക്ക് ഒരു ബാധ്യതയായിട്ട് തന്നെ തുടരുകയാണ്. ഹൈക്കോടതിയുടേതടക്കം ഇടപെടലുണ്ടായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും കാര്യമായി പുരോഗമിക്കാത്ത ഒരിടമാണ് മുല്ലശ്ശേരി കനാലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങൾ എല്ലാം തന്നെ അത് വെളിവാക്കുന്നതുമാണ്. ഇതിൽ വളരെ പെട്ടെന്ന് ഇത് പൂർത്തിയാക്കിക്കൊണ്ട് വലിയ രീതിയിലേക്ക് ഇത് മാറണം, അതായത് സഞ്ചാരത്തിനടക്കം തുറന്നു കൊടുക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഹൈക്കോടതിക്ക് മുന്നിലേക്ക് പലതവണ ഇത് പരാതിയായി എത്തിയിരുന്നു. മറ്റ് പലരും തന്നെ ഈ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടും ആരിടപെട്ടാലാണ് ഇത് പരിഹരിക്കാൻ കഴിയുന്നതെന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം ആരുടെ ഇടപെടൽ കൊണ്ടും കാര്യമായ രീതിയിലൊരു പുരോഗതി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 2022 ഫെബ്രുവരിയിൽ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഇതേ രീതിയിൽ തന്നെ പോകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇത് എന്ന് തീരുമെന്ന് ആർക്കും ഒരു ഉറപ്പും കൊടുക്കാൻ കഴിയില്ല. നഗരത്തിൽ നടുക്ക് നടക്കുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണിത്. ഏതാണ്ട് ബ്രേക്ക് ത്രൂ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതിൽ വളരെ അടിയന്തരമായി പരിഹരിക്കേണ്ട വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടി തുടങ്ങിയൊരു പദ്ധതി നഗരത്തിന് നടുക്ക് വെള്ളക്കെട്ട് പൊടിയും മൂലം, നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള പൊടിയും മൂലം ആളുകൾക്ക് കഴിയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് അടക്കം എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി എങ്ങനെയാണിത് പരിഹരിക്കുക എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ഏതായാലും ഈ കാലാവധിയും അന്ത്യശാസനമൊക്കെ കൊടുത്ത തീയതികളും ഇതെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഈ പ്രവർത്തനങ്ങൾ ഇതുപോലെ തന്നെ നീണ്ടുപോവുകയാണ്. വലിയ പരാതി കരാറുകാരനെ സംബന്ധിച്ചിടത്തോളം, ഇത് നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന അതിന് ചുമതല വഹിക്കുന്ന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെയുണ്ട്. കാരണം ഒരു മേൽനോട്ടമില്ലാതെ, വലിയ രീതിയിലുള്ള സന്നാഹങ്ങളില്ലാതെ ഇത്രയും വലിയൊരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു, കാര്യമായൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്ന പരാതി കൃത്യമായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മുല്ലശ്ശേരി കനാൽ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കിക്കൊണ്ട് സഞ്ചാരത്തിന് തുറന്നുകൊടുക്കുക, ഒപ്പം തന്നെ ഈ പരിസരവാസികളുടെ ദുരിതങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വിഷയവുമായി ഇനി വീണ്ടും കാണാം. ഞാൻ ഇവിടെ ചോദിക്കാം ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുന്നു. നമസ്കാരം.